coaches number 301. മാനസരസിന് വന്ദനം. വിശപ്പ് വിശപ്പ് ശരിക്കറിഞ്ഞവൻ ദരിദ്രനാണ്, വിശപ്പറിയാത്തവൻ ധനികനും. അതുകൊണ്ട് ധനികന്റെ ഭക്ഷണാവശിഷ്ടങ്ങൾ എച്ചിൽ കൂടിയിൽ നിറയുന്നു. എച്ചിൽ കഴിച്ചും വയറ് നിറയ്ക്കുവാൻ ശ്രമിക്കുന്നവർ അനേകരുണ്ട് ഈ ലോകത്ത്. തീമേശകൾ സ്വപ്നങ്ങളിൽ പോലും കാണാത്തവരുടെ ജീവിതം പത്രമാധ്യമങ്ങളോ സോഷ്യൽ മീഡിയകളോ കണ്ടെന്ന് വരില്ല. എന്നാൽ ഈ ദയനീയത പുറം ലോകത്തെ കാണിച്ച ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ കഥാപ്രസംഗത്തിലൂടെ അവതരിപ്പിക്കുന്നു. വിശപ്പ് അഥവാ കഴുകനും കുഞ്ഞും. ശവന്തി കഴുകന്റെ രൂക്ഷഭാവം നശീകരിക്കുവാനുള്ള ആർത്തദാഹം, ചത്തു ചരിയുന്ന കുഞ്ഞുദേഹം പൊട്ടി വലിക്കുവാൻ കണ്ണുന്നുണ്ട്. ഈ കഥ നടക്കുന്നത് മറ്റൊന്നുമല്ല, അങ്ങ് ദക്ഷിണാഫ്രിക്കയിലാണ്. ഇരുണ്ട ഭൂഖണ്ഡം ഇന്ന് പരക്കെ അറിയപ്പെടുന്ന ആഫ്രിക്ക ഒരു പട്ടിണി രാജ്യമാണ്. ഏറിയ ഭാഗവും ആളുകൾ വെറും അസ്ഥികൂടങ്ങൾ. ശരീരത്തിൽ ചെറിയ തുടുപ്പ് തന്നെയുള്ളൂ. സുഡാൻ, എത്യോപ്യ, അയോധ്യ എന്നിവിടങ്ങളിലുള്ള ആളുകളുടെ സ്ഥിതിയാണ്. പ്രിയരെ, 33 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു മാർച്ച് മാസം, അതെ, 1993 ഐക്യരാഷ്ട്രസഭയുടെ ഒരു സന്ദേശം ജോഹന്നാസ്ബർഗിലെ ഒരു ക്ലബിലെത്തി. സന്ദേശം മറ്റൊന്നുമല്ല, അയോധ്യയിൽ പട്ടിണിയിൽ പൊലിയുന്നവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എത്തിക്കുക. അതിന്റെ ഫോട്ടോകളും മറ്റും പകർത്തുവാനായി കുറച്ചു പേർക്ക് ക്ഷണം. ആ ക്ഷണം സ്വീകരിച്ച് ക്ലബ് ചുമതലപ്പെടുത്തിയ വ്യക്തിയാണ് കെവിൻ കാർട്ടർ. അതിപ്രശസ്തനായ ഒരു ഫോട്ടോഗ്രാഫർ. അനുപമ സുന്ദരനാണു കെവിൻ, അനുപമ സുന്ദരനാണു കെവിൻ, അപൂർവ സുന്ദര ചിത്രമൊരു ത്യാഗർഷക ദൃശ്യങ്ങൾ, ത്യാഗർഷക ദൃശ്യങ്ങൾ. ഒരു വെള്ളക്കാരന് നീഗ്രോ യുവതിയിലുണ്ടായ മകനാണ് കെവിൻ കാർട്ടർ. ഒരു സങ്കര സന്തതി. എന്നാൽ രൂപഭാവങ്ങൾ കറുത്തവരുടേതല്ല, നീഗ്രോ പ്രകൃതമേ അല്ല. അവരുടെ രൂപം നമുക്കറിയാമല്ലോ. കറുത്ത മുഖം, മലർന്ന ചുണ്ട്, കുറുകിയ മുടി. എന്നാൽ കെവിൻ അങ്ങനെയല്ല. തടി വെളുപ്പ്, പ്രായം 33 വയസ്സ്. ഫോട്ടോ ജേർണലിസം പാസ്സായ അദ്ദേഹം മീഡിയയുടെ ഇഷ്ടതാരമാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇതിനായി നിയോഗിക്കപ്പെട്ടത്. ഭക്ഷണ സാധനങ്ങളുമായി വിമാനം ആകാശവീതിയിലൂടെ പറന്നുയരുന്നു. ആ വിമാനം ആകാശവീതിയിലൂടെ പറന്നുയർന്ന് അയോധ്യ ലാൻഡ് ചെയ്യുന്നു. ആ ലൈറ്റ് ഹെലികോപ്റ്റർ കണ്ട മാത്രമേ വിശപ്പുകളുടെ കൂടാരങ്ങൾ ഓടിക്കൂടുകയായി. അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യൻ, അസ്ഥിക്കൂടുകൾ ഓടിക്കൂടി ശേഷി നശിച്ച മനുഷ്യൻ. ആഹാരത്തിന് വൈകൽ ഈ ജീവൻ കാണാൻ, ആഹാരത്തിന് വൈകൽ ഈ ജീവൻ കാണാൻ, ജീവൻ കാണാൻ. ഭക്ഷ്യപ്പൊതികൾ വിതരണം ചെയ്യുന്നതിന് മുമ്പ് യുവൻ അധികാരിയുടെ ഒരു അറിയിപ്പുണ്ട്. അറ്റൻഷൻ പ്ലീസ്. പട്ടിണിയിൽ പൊലിയുന്ന ഇവിടുത്തെ ജനങ്ങൾ പലവിധ രോഗങ്ങൾക്കും ഉറവിടമാണ്, അതായത് രോഗവാഹികളാണ്. അതിനാൽ അവരുമായി സമ്പർക്കം പുലർത്തുക, അകലം പാലിക്കുക. 30 മിനിറ്റ് മാത്രമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്ന സമയം. ഫോട്ടോകൾ എടുക്കുവാൻ ചുമതലപ്പെടുത്തിയവർ താഴെ. ചിലർ മറ്റു ഫോട്ടോകൾ എടുക്കുവാനുള്ള വേഗതയിലാണ്. കെവിൻ തന്റെ ക്യാമറ റെഡിയാക്കി ചുറ്റുമുള്ള കണ്ടുപിടിച്ചു. ഒരു നിമിഷം അദ്ദേഹം നിശ്ചലനായി നിന്നുപോയി. ദൂരെ ഒരു പുല്ലിലായി ഒരു കഴുകൻ തന്റെ നീലമുഖങ്ങൾ പിളർത്തി ചിറകുകൾ വിരിച്ച് കണ്ണുകൾ തുറപ്പിച്ച് ഒരു കുഞ്ഞിന്റെ ശവം കുത്തിത്തിന്നാനുള്ള ഒരുക്കമാണ്. കെവിൻ അല്പം ഒന്ന് നീങ്ങി തന്റെ ക്യാമറ സൂം ചെയ്ത് അതിലൂടെ നോക്കി. ദൈവമേ, ആ കിടക്കുന്നത് വെറും ഒരു ശവമല്ല, അതൊരു മനുഷ്യ കുഞ്ഞാണ്. ഏത് നിമിഷവും പ്രാണൻ പോകാവുന്ന നഗ്നയായ ഒരു പെൺകുഞ്ഞ്. അസ്ഥികൾ എണ്ണിപ്പെറുക്കാവുന്ന വിധത്തിൽ തന്റെ മുഖം പുല്ലിൽ പൂഴ്ത്തി മരണത്തിനായുള്ള കിടപ്പ്. ഓ ജീസസ്, മരണങ്ങളിൽ ഒരു ജീവൻ നരകക്കുഴിയിൽ കഴിയുന്നു, വയറുനിറ
വ്യത്യസ്ത ഭാവങ്ങളിലുള്ള 10ഓളം ചിത്രങ്ങൾ. അപ്പോഴേക്കും എയർക്രാഫ്റ്റിൽ നിന്നും ഒരു അനൗൺസ്മെന്റ് വരുന്നു. മടക്കത്തിനായുള്ള സന്ദേശമാണ്. കെവിൻ കുറച്ചുകൂടി അവരുടെ അടുത്തേക്ക് നീങ്ങി ആ കഴുകനെ ആട്ടിയോടിച്ചു. എന്നാൽ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ സാധിച്ചില്ല. കാരണം അധികാരികളുടെ വിലക്ക്. എന്നാൽ ഈ ധൈര്യത പുറം ലോകത്തെ അറിയിക്കണമെന്ന ഉറച്ച തീരുമാനത്തോടെ അദ്ദേഹം അവിടുന്ന് യാത്രയായി. 2 ദിവസത്തിന് ശേഷം ന്യൂയോർക്ക് ടൈംസിൽ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചു വന്നു. താൻ എടുത്ത ചിത്രം, ഒരു നാടിന്റെ പട്ടിണി അറിയിക്കുന്ന ചിത്രം, താൻ നൽകിയ സത്യസന്ധമായ വാർത്ത. വാർത്ത പ്രചരിച്ചതോടെ പത്രസ്ഥാപനത്തിലേക്ക് ഫോൺ കോളുകളുടെയും കത്തുകളുടെയും പ്രവാഹം. ഹലോ, ന്യൂയോർക്ക് ടൈംസ് റിസപ്ഷൻ. മറുതരത്തിൽ നിന്നും ഒരു ചോദ്യം വരുന്നു. ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ, അതോ കഴുകൻ കൊത്തി പറഞ്ഞോ? ആ കുഞ്ഞിന്റെ കാര്യം ഞങ്ങൾക്കറിയില്ല. അതിനോടകം തന്നെ ആ ഫോട്ടോഗ്രാഫറും ഫോട്ടോയും പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ പ്രശസ്തി കൂടെയുള്ളവർക്കും വിമർശകർക്കും സഹിച്ചില്ല. പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു, പ്രതിഷേധങ്ങൾ ഉയർന്നു, വിമർശനങ്ങൾ ഉയർന്നു. ലോകം മുഴുവൻ വിളിച്ചുകൂവി സന്നദ്ധ സഹചാരികൾ, സന്നദ്ധ സഹചാരികൾ. ചുറ്റും എന്നാൽ അദ്ദേഹത്തെ കൂടുതൽ അസ്വസ്ഥനാക്കിയത് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ വാക്കുകളായിരുന്നു. മിസ്റ്റർ കെവിൻ, നിങ്ങളൊരു നീചനാണ്. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാത്ത നിങ്ങൾ ക്രൂരനും നീചനും സ്വാർത്ഥനുമാണ്. നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാനില്ല. മനുഷ്യപ്പറ്റി തീരെയില്ലാത്ത നിങ്ങളുടെ കൂടെ എന്റെ മകനെ ജീവിക്കണ്ട. അവരെ ഞാൻ കൊണ്ടുപോകുന്നു. ഇതും പറഞ്ഞ് ഭാര്യ ആ വീട്ടിൽ നിന്നും പണിയുന്നു. തന്റെ ഭാര്യയുടെ ഉഗ്രരൂപം കണ്ട് കെവിൻ നിശ്ചലനായി പോയി. ഈ അവസരത്തിലാണ് അദ്ദേഹത്തെ തേടി ഒരു സന്തോഷ വാർത്ത എത്തുന്നത്. ആ വർഷത്തെ പുലിറ്റ്സർ പുരസ്കാരം കെവിൻ കാർട്ടറിന്. അതും അദ്ദേഹം എടുത്ത ആ ചിത്രത്തിന് കഴുകനും കുഞ്ഞും. എന്നാൽ ഇതൊന്നും അദ്ദേഹത്തെ സന്തോഷവാനാക്കിയില്ല. ഒരു പ്രഭാതത്തിൽ അദ്ദേഹം ഉണർന്നത് തന്റെ വീടിന്റെ കോളിംഗ് രക്ഷപ്പെടുത്തിയിട്ടാണ്. വാതിൽ തുറന്നു നോക്കിയപ്പോൾ തന്റെ കൊച്ചുമകൻ ഒരു റോസാപ്പൂ കൈ പിടിച്ചുകൊണ്ട്, ഡാഡി, അവിടെന്തിനാണ് ഡാഡി? ആ ഫോട്ടോഗ്രാഫർ ആ കുഞ്ഞിനെ കണ്ട് സന്തോഷത്തിൽ വാരിയെടുത്തും മറച്ചു, ആയിരം കരയിൽ താരോലം, വാരിയെടുത്തും മറച്ചു, ആയിരം കരയിൽ താരോലം, അക്ഷരമുള്ളിയ പുഞ്ചിരിപ്പൂക്കൾ, ആകെ കുളിരലയായി കുളിരലയായി. മോനെ, നീ എങ്ങനെയാ വന്നത്? നിന്റെ കൂടെ ആരെങ്കിലും? ഇല്ല ഡാഡി, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. മമ്മി എന്ന് പറയുന്നു. ആ കുഞ്ഞ് നിശബ്ദനായി. മമ്മിയുടെ വിവാഹം കഴിഞ്ഞു ഡാഡി. ഒരിടത്തെയായിരുന്നു അദ്ദേഹത്തിന് ആ വാർത്ത. വിശ്വപ്രസിദ്ധനായ ആ ഫോട്ടോഗ്രാഫർ പിന്നീട് ഒരു വിഷാദ രോഗിയായി മാറുകയായിരുന്നു. അലസത, മൂകത, ഇതൊക്കെ പൊട്ടിക്കരയും. കൂടെ ആ കുഞ്ഞുമകനും. ഒരു പ്രഭാതത്തിൽ തന്റെ മകനെ നല്ല വസ്ത്രം ധരിപ്പിച്ച്, നല്ല വസ്ത്രം അണിയിച്ച് കാറിൽ നിന്നു. ആ കാർ ദൂരേക്ക്. തന്റെ ഭാര്യ താമസിക്കുന്ന വീട്ടുപടിക്കൽ ആ വണ്ടി നിന്നു. ഡാഡി, എന്താ ഡാഡി ഇവിടെ? മോനെ, നീ ഇവിടെ ഇറങ്ങണം. ഇനി മമ്മിയാണ് മോന്റെ എല്ലാം. മമ്മി പറയുന്നത് കേട്ട് നല്ല കുട്ടിയായി എന്റെ മോൻ ജീവിക്കണം. ഡാഡി വരുന്നില്ലേ? ഡാഡി അങ്ങോട്ട് പോവാ. ഡാഡി ഒരു നീണ്ട യാത്ര പോവുകയാണ്. ഇത് പറഞ്ഞ് ആ കുഞ്ഞിനെ ആ വഴിയിലിറക്കി തന്റെ ഭാര്യയൊന്നും കാണാനോ മകനെ അവിടെ ഏൽപ്പിക്കാനോ നിൽക്കാതെ തന്റെ ജന്മനാട് ലക്ഷ്യമാക്കി ആ കാർ പാടി. അവിടെ വിജനമായൊരിടത്ത് ആ കാർ എത്തിയിരുന്നു. രാത്രിയായി, നക്ഷത്രങ്ങളില്ലാത്ത രാത്രി. 3-ാം ദിവസം ആ കാർ അവിടെ തന്നെ കിടന്നു.
ആരും ശ്രദ്ധിച്ചില്ല. എന്നാൽ ചോളവയലിൽ പണിക്ക് വന്ന നീഗ്രോ കർഷകർ അതിനു മുന്നിൽ മൂക്കുകുത്തി നിന്നു. ദേ, ഇങ്ങോട്ടേക്ക് നോക്കിക്കേ, കുറച്ച് ദിവസമായി ഈ വണ്ടി ഇവിടെ കിടക്കുന്നു. അവർ വാതിൽ തുറന്ന് നോക്കിയപ്പോൾ ആ ഫോട്ടോഗ്രാഫറിനെ ചത്തളിഞ്ഞ് വീർത്തൊരു ശവം. ആ ഫോട്ടോഗ്രാഫർ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. കാറിന്റെ എക്സോസ്റ്റ് പൈപ്പ് മറ്റൊരു പൈപ്പുമായി കൂട്ടിക്കലർത്തി കാർബൺ മോണോക്സൈഡ് സൃഷ്ടിച്ച് അദ്ദേഹം ജീവിതത്തിന് അന്ത്യം വരുത്തി. ഒരു കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ സാധിക്കാത്തതിന്റെ ദുഃഖമാണ് അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചത്. കാലം കറുത്തൊരു ചേല പുതപ്പിച്ച് വിരുദ്ധമാക്കുന്നു പ്രപഞ്ച സത്യങ്ങളെ കർമ്മമാർഗത്തിന്റെ ജീവൻ നിലവാൻ മുൻകൂടി തേടുന്നു കാലവും ലോകവും. പ്രതിഷേധങ്ങൾ ഏറെ ഉണ്ടാക്കിയ ചിത്രം ലോകരാഷ്ട്രങ്ങളിൽ ചർച്ചയ്ക്ക് വീഴുന്നു. അവിടേക്ക് ഭക്ഷണങ്ങളും സഹായങ്ങളും എത്തിച്ചേർന്നു. ദക്ഷിണാഫ്രിക്കയുടെ പട്ടിണി മാറ്റിയ ചിത്രമായി അത് വിശേഷിപ്പിക്കപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ ആ ഫോട്ടോഗ്രാഫർ കാലഘട്ടത്തിലേക്ക്. ശാസ്ത്ര സാങ്കേതിക വിദ്യ എത്ര തന്നെ വളർന്നാലും ടാബ്ലറ്റുകൾ കൊണ്ടോ ടോണിക്കുകൾ കൊണ്ടോ വിശപ്പ് മാറ്റാൻ സാധിക്കില്ല. അതിന് ഭക്ഷണം തന്നെ വേണം. അതുണ്ടാക്കേണ്ട ചുമതലയാർക്ക്, അതെത്തിച്ചേരേണ്ട കൈകളാരുടേത്. പലവിധ കാരണങ്ങളാലും ലോകം നേരിടാൻ പോകുന്നതും നേരിട്ടുകൊണ്ടിരിക്കുന്നതുമായ ഏറ്റവും വലിയ പ്രശ്നമാണ് വിശപ്പ്. വിശപ്പ് വിശപ്പ് വിശപ്പിന് മുന്നിൽ ആരും അന്യമല്ല. നന്ദി, നമസ്കാരം.